ജിൻഡോയെ പവർ ടീമുകാർ ഒരു കളിപ്പാവയാക്കി മാറ്റിയിരിക്കുകയാണെന്ന് ലാലേട്ടൻ ഒരു കളിപ്പാവ കൊടുത്ത് തന്നെ ജിൻഡോയെ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇതുകൊണ്ട് ജിൻഡോയ്ക്ക് മനസ്സിലാകുമെന്ന് അറിയത്തില്ല. എന്തായാലും ലാലേട്ടൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, കഴിഞ്ഞ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു, ജിൻഡോ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ക്യാപ്റ്റനായിട്ട് എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്. ജിൻഡോ പറയുന്നു അടിപൊളിയായിട്ട് ഞാൻ ചെയ്തു എന്ന്. പക്ഷേ ബാക്കിയുള്ള എല്ലാ റസ്മിൻ, ജാസ്മിൻ, നോറ, ശ്രീരേഖ ഒക്കെ പറഞ്ഞു ഫ്ലോപ്പായിരുന്നു, അട്ടർ ഫ്ലോപ്പായിരുന്നു. നമ്മുടെ അപ്സരയും പറഞ്ഞ് ഫ്ലോപ്പായിരുന്നു എന്ന്. കാര്യം പലരുടെ കയ്യിൽ കളിപ്പാവയായിരുന്നു. ഇവരെല്ലാം പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. പവർ ടീമിൽ ഒരു കളിപ്പാവയായിരുന്നു, പ്രത്യേകിച്ച് സിബിൻ്റെ എന്ന് എടുത്ത് പറഞ്ഞവരുമുണ്ട്. അപ്പം ഇത്രയും പേരും പറഞ്ഞിട്ട് ഇതിനകത്ത് പിന്നെ പൂജയും നമ്മുടെ സായും, അതിൽ സായി പറഞ്ഞത് ജിൻഡോ അങ്ങ് അട്ടർ ഫ്ലോപ്പൊന്നും അല്ല, നല്ല രീതിയിൽ ചെയ്തിട്ടുമുണ്ട്, ചെറുതൊക്കെ വീഴ്ച വന്നിട്ടുണ്ട് എന്ന രീതിയിൽ പറയുന്നുണ്ട്. അതങ്ങനല്ലേ പറയൂ, കാര്യം ഇവരല്ലേ കൂടെ നിന്ന് ഗെയിം കളിച്ചത്. അതുപോലെ തന്നെ പൂജയും പറയുന്നു ജിൻഡോയെ ഹാൻഡിൽ ചെയ്യാൻ പാടായിരുന്നു, ജിൻഡോ തന്നെ ഇവരുടെ അടുത്ത് ഫയറിന് വന്നിട്ടുണ്ട്, ആനയാണ് മാങ്ങയാണെന്ന്. ഈ ജിൻഡോയെ ഈ പറഞ്ഞ സായി ആണെങ്കിലും പൂജയുടെ ടീമിലെ പവർ ടീം ആണെങ്കിലും എല്ലാവരും കൂടെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ അവർ പറയും ജിൻഡോയുടെ കഴിഞ്ഞ ക്യാപ്റ്റൻസി ഫ്ലോപ്പായിരുന്നു എന്ന്? അവർ പറയുമോ? അവരൊരിക്കലും പറയില്ല. കാര്യം ഇവരാണ് ജിൻഡോയെ ഇപ്പോൾ ഒരു കളിപ്പാവയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുതന്നെ അവർക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഞങ്ങൾ ജിൻഡോയെ വെച്ച് ഗെയിം കളിക്കുവാണ് എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അതിന് ബിഗ് ബോസ് ലാലേട്ടൻ കൊണ്ട് ചോദിപ്പിച്ചു. മാത്രമല്ല ലാലേട്ടനെ കൈകൊണ്ട് കൊടുക്കുന്ന രീതിയിൽ ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ് ഒരു കളിപ്പാവ. ഇതിനർത്ഥം ഒന്ന് പറയുന്നത് ജിൻഡോ ഇപ്പോൾ ഒരു കളിപ്പാവ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ജിൻഡോയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരിക്കലും ജിൻഡോയെ കളിയാക്കാനോ അല്ലെങ്കിൽ ഹരാസ് ചെയ്യാനോ അല്ലെങ്കിൽ ജിൻഡോയെ താറടിച്ചു എന്തുകൊണ്ട് ജാസ്മിനെയും ഗബ്രിയെയും ചോദിച്ചില്ല എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ ഇപ്പം വരും. അങ്ങനെയല്ല, ജിൻഡോയുടെ ഗെയിം അടിപൊളിയായിരുന്നു. ആ ഗെയിം ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും അടിമയായിട്ട് എന്തിനാണ് ഒരു ക്യാപ്റ്റൻ ഒരു പവർ ടീമിനെ മുട്ട് വണങ്ങി കട്ടപ്പ എന്നൊക്കെ പറഞ്ഞ് മുട്ട് വണങ്ങി നിൽക്കുന്നത്? എനിക്കറിയില്ല. എന്തായാലും അതിനൊക്കെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് ജിൻഡോ അവിടെ എന്തായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഉത്തമ ഉദാഹരണമായിട്ട് നമ്മുടെ ലാലേട്ടനും അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസും കൂടെ ഒരു സിമ്പൽ കൊടുത്തിരിക്കുകയാണ് ഒരു കളിപ്പാവയുടെ. ഇനിയെങ്കിലും ജിൻഡോ ഗെയിം മനസ്സിലാക്കി കളിക്കുമോ എന്നറിയില്ല. ഇനി കളിച്ചില്ലെങ്കിൽ പോക്ക് തന്നെ. കാര്യം നല്ലൊരു സിമ്പിളാണ് കൊടുത്തിരിക്കുന്നത് കളിപ്പാവയുടെ. കണ്ടറിയാം ഇനി എന്താകുമെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.